By night, on my bed, I saw him whom my soul loveth. I sought him, but I found him not till I will rise now and go about the city. Hey guys. ഹലോ ഹലോ ഒരു കാര്യമുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ കസിൻ ബ്രദറിന്റെ കല്യാണമാണ്. അപ്പം എല്ലാരെയും ക്ഷണിക്കുന്നു. ഞാൻ ഈ സന്തോഷ വാർത്ത എന്നൊക്കെ കേട്ടപ്പോ വിചാരിച്ചു നോക്കുന്നവനെ കാണാൻ നല്ല കുട്ടപ്പനായിട്ടിരിപ്പില്ലേ. എന്തായാലും കസിൻ ബ്രദർ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത കാൻഡിഡേറ്റ് നീയാണോ? അല്ല സാഹചര്യങ്ങൾ അനുവദിച്ചാൽ അല്ലേ, എല്ലാം ഒത്തു വന്നാൽ ഇളിക്കുന്നത് നോക്കി കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ ബ്ലഷ് അടിക്കുക. അതൊരു നമുക്കൊരു ബേസിക് ആയിട്ട് ഒരു പ്ലാനിങ് ആണല്ലോ എല്ലാത്തിനും. ദൈവമേ, ഭയങ്കര പ്ലാനിങ്ങിന്റെ ആളാ. എന്നാ കേക്കട്ടെ, ബൈ ദ ബൈ, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു ചിത്രം ഒന്ന് നീ പറഞ്ഞു. ഒരു ഭാര്യ, ബാക്കി ഒരു ഭാര്യ, മിനിമം 3 കുട്ടികൾ. ഓ സമാധാനം. ഓക്കെ, അത്രയൊക്കെ ഇപ്പൊ നീ മതി മതി, മിനിമം 3 കുട്ടികളെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെയാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ പോളിസി എന്നല്ല, എല്ലാവരുടെ ഒരു പൊതുവെയുള്ള തത്വം കൂടി വന്ന 1 അല്ലെങ്കിൽ 2. അപ്പം നിന്റെ മനസ്സിൽ പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണോ ഈ 3 പേര് വേണം എന്നുള്ളത്? നിങ്ങൾ വീട്ടിൽ എത്ര പേരാ? 3 കുട്ടികൾ. ഓക്കെ, എന്റെ വീട്ടിൽ 3 പേരാ. ഒരു ടീമായിട്ട് തല്ലുകൂടാനും വഴക്ക് പിടിക്കാനും ഒരു സ്പിരിറ്റ് ഒക്കെ വരണമെങ്കിൽ ഒരു 2 പേരായ ഒരു 2 പേര് പഠിക്കാൻ പോയാലും വീട്ടിലൊരാളുണ്ടാവും. നീ ഏറ്റളയ ആളാണോ? വെറുതെ അല്ല. അല്ല, ശരിക്കും പാരന്റ്സിനോടുള്ള ഒരു ഇഷ്ടവും അതൊക്കെ അവന്റെ സംസാരത്തിലുണ്ട്. എനിക്ക് അവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. കുട്ടികൾ വളർന്നു പോയിന്ന് ഒരു ഫീൽ ഉണ്ടായല്ലേ എപ്പോഴും ഒത്തിരി കുട്ടികൾ ഉണ്ടാവുമ്പോഴേ. എനിക്ക് വീട്ടിൽ തന്നെ ആയിരിക്കണം എന്നാണോ കുറച്ചുകൂടെ ആഗ്രഹം? അതായത് പാരന്റ്സ് ആണോ? ഇല്ല, ബ്ലെസ്സഡ് പാരന്റ്സ് ആണ്. ഇപ്പൊ ഈ നാട്ടിൽ ആരെയും മഷിയിട്ട് നോക്കിയാ കാണാൻ കിട്ടുന്നില്ല. ഓക്കെ, എന്നാ ഞാൻ ചോദിക്കട്ടെ, ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ, ഈ 3 കുട്ടികൾ എന്ന് പറഞ്ഞ അവരൊക്കെ തമ്മിൽ എത്ര ഒരു ഗ്യാപ്പ് വേണമെന്നാണ് നിന്റെ ആഗ്രഹം? ഒരു 2-2.5 വയസ്സൊക്കെ. അതായത് പാർട്ട്ണറിന്റെ ഹെൽത്തോടെ കൺസേൺ ചെയ്യണല്ലോ. എനിക്ക് അത്രയും ശ്രദ്ധയൊക്കെ. അതെ, ഇല്ല, ലൈക് സ്റ്റഡീസ് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ 1 ഇയർ ഗ്യാപ്പ് ഒക്കെ ഉള്ള പ്രഗ്നൻസി റിസ്ക് ആണ്, ഹൈലി റിസ്ക് ആന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആളുടെ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞ എല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്. ക്രിസേ, ഹലോ. യെസ്, ഇവനിവിടെ കല്യാണം വിളിക്കാൻ വന്നപ്പോ തൊട്ട് നമ്മളിവിടെ കല്യാണ ചർച്ചയാണ്. എന്നാ പിന്നെ കുടുംബജീവിതത്തെ പറ്റി അങ്ങോട്ട് ആഘോഷമായിട്ട് ചിന്തിക്കാൻ ഓർത്തു. ആഗ്നസും അൽഫോൺസയും എല്ലാവരും ഉണ്ട്. സാന്ദ്ര, സീനൻ, യെസ്, ലിസെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫാമിലിയും പ്ലാനിങ്ങും ഒക്കെ ആണല്ലോ. ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാട് പറയാം. ഓക്കെ, നമ്മളൊരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു കുളിരൊക്കെ വരുന്നുണ്ടോ? എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിൽ കുറെ പേരൊക്കെ കല്യാണമൊക്കെ കഴിക്കും അല്ലെ. അപ്പം എന്തായാലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇപ്പൊ കാണുന്നത് എന്താ, നല്ല രസമായിട്ട് കുറെ ഡാൻസ് ഒക്കെ കളിച്ച് അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര സെലിബ്രേഷനാണ് അല്ലെ, മധുരം വെപ്പ്, അതെല്ലാം കഴിഞ്ഞ് ശരിക്കുള്ള സീനിലേക്ക് കിടക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പം സീൻ എന്ന് പറഞ്ഞാലും ശരിക്കും ഈശോ ആഗ്രഹിക്കുന്ന വിവാഹ ജീവിതം കൊണ്ടൊരു എന്താ പറയുന്നത്, CCC പ്രകാരം പറയുവാണെങ്കിൽ ഒരു യൂണിയൻ ആൻഡ് പ്രൊക്രിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റായിട്ട് പറഞ്ഞ 2 പേര് വിവാഹം എന്നുള്ളൊരു കൂദാശയിൽ ഒന്നായി കഴിയുമ്പം അവർ തമ്മിലുള്ള ഒരു യൂണിയൻ, സ്നേഹത്തിൽ അവർ ഒന്നാവുന്നതും അതുപോലെ തന്നെ അവർ ഏറ്റെടുക്കുന്ന മറ്റൊരു ഉത്തരവാദിത്തമാണ് ജീവന് കൊടുക്കുന്ന ഒരു തുറവി, ഓപ്പൺനെസ് ടു ലൈഫ്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ തുടർ പങ്കാളികളാവാൻ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ നമ്മൾ ഒരു നമ്മുടെ ഇപ്പം കസിൻ ബ്രദർ ആണെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗുഡ് ന്യൂസ് എന്തായിരിക്കും? ഒരു ബേബി. അതല്ലേ ശരിക്കും അവരുടെ സ്നേഹത്തിൽ നിന്ന് പരസ്പരം സ്നേഹിച്ച് ആ സ്നേഹത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു കുഞ്ഞ് ഇസ് ഓൾവേസ് എ ബണ്ടിൽ ഓഫ് ജോയ് അല്ലെ. ഒരു നമ്മൾ എത്ര സ്ട്രെസ്ഡ് ഔട്ട് ആണെങ്കിലും ഒരു കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് റിലാക്സ്ഡ് ആവും. ഒരു കുഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു ഇതൊക്കെ നമുക്ക് ഉള്ളത്. അപ്പം ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന
കുഞ്ഞുങ്ങളും. ആ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിൽ നല്ല രീതിയിൽ വളർത്താന്നുള്ളതൊക്കെയാണ് ഇതിൽ പ്രഥമമായിട്ടുള്ള 2 കാര്യങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ അലനോട് നേരത്തെ ചോദിച്ചില്ലേ, അലൻ ഈ 3 കുട്ടികൾ അലന് വേണം, അപ്പം ഇതിന്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് കൊടുക്കുമെന്ന് വെച്ചപ്പോൾ അലൻ പറഞ്ഞു 2 വർഷത്തെ ഗ്യാപ്പ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഓരോ മാതാപിതാക്കളും എനിക്ക് തോന്നുന്നത് പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ ഓരോ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴും അവർക്ക് ആ കുഞ്ഞിനെ കുറിച്ചൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഒക്കെ അവരുടെ ഉള്ളിലുണ്ട് അല്ലെ. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ പാരന്റ്സിനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പച്ചൻ കോളേജിൽ പ്രൊഫസറാണ്, അമ്മ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു സമയത്തൊക്കെ അമ്മ ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് വേറെ ജില്ലയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പച്ചൻ ഇങ്ങനെ 4 കാലിൽ നിന്ന് കോളേജിൽ പോകണം, എനിക്കും ചേട്ടനും ലഞ്ച് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നു വിടണം, അമ്മ വീക്കെൻഡ്സിലാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇങ്ങനെ കുറെ ടഗ് ഓഫ് വാർ, കുറെ യുദ്ധമൊക്കെ കളിച്ച് ഞങ്ങൾ ഇതൊക്കെ തന്നുവിടും. അപ്പം ഞങ്ങൾക്ക് അന്ന് അത്ര മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പം അപ്പച്ചൻ ചിലപ്പം ഭയങ്കര വെറൈറ്റി ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് ചോറും പാത്രം തുറന്നു നോക്കുമ്പം ചോറ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെന്താ ഇങ്ങനെ വെച്ച കറി കാണാനില്ല. അപ്പൊ കുഴിച്ചു പോയപ്പോ അടിയിൽ കറി, മേലെ ചോറ്. അപ്പൊ പുള്ളി ഒരു വെറൈറ്റി ട്രൈ ചെയ്തതാ. അപ്പം തീർച്ചയായിട്ടും അപ്പനും അമ്മയും തമ്മിൽ ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഓർക്കട്ടെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് കുരിശാകൃതിയിലൊക്കെ വെച്ച് അങ്ങനെ ഭയങ്കര വെറൈറ്റിയാണ്. ഓരോ ദിവസം ചോറും മാത്രം തുറക്കുമ്പോൾ അപ്പനാണല്ലോ ഞങ്ങൾക്ക് വെച്ച് തരുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഓർക്കുകയാണ്, അമ്മ തിങ്കളാഴ്ച പോയിട്ട് ശനിയാഴ്ചയാണ് വരുന്നത്. അപ്പൊ ആ ദിവസങ്ങളിൽ ഞങ്ങളെ എങ്ങനെയെങ്കിലൊക്കെ ആണെങ്കിലും ഞങ്ങളെ പൊന്നുപോലെ നോക്കിയൊരപ്പൻ. അമ്മയാണെങ്കിൽ ശനിയാഴ്ച വരുമ്പോഴത്തേനും അത്രയും ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ലോലിപോപ്പ്, കൊക്കക്കോള അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് അമ്മ വരും. അപ്പം നമ്മളെ അങ്ങനെയൊക്കെ ആയിരുന്നു വളർത്തിയത്. അത് കുറച്ച് വർഷത്തേക്കട്ടോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന, അതായത് അവര് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും ചെയ്തിരുന്നു, മക്കളെ നന്നായിട്ട് നോക്കിയിരുന്നു. പിന്നീട് അന്ന് അമ്മ പോയപ്പോ വിഷമമായിരുന്നെങ്കിൽ പിന്നീട് ആലോചിക്കുമ്പം ഇവരൊക്കെ ജോലി ചെയ്തുകൊണ്ടാണല്ലോ നമ്മളെ വളർത്തിക്കൊണ്ട് വരണ്ടേ. നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ഹെൽത്ത്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഇത് കിട്ടണം. ഞങ്ങൾ 3 പേരും എഞ്ചിനീയേഴ്സാണ്. അപ്പം എല്ലാം ഇവരൊക്കെ അവർക്ക് പറ്റുന്ന പോലെ മാക്സിമം നല്ല രീതിയിൽ പഠിപ്പിക്കാനും വിശ്വാസത്തിൽ വളർത്താനും ഒക്കെ പാരന്റ്സ് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മോളുടെ പാരന്റ്സിനെ എടുക്കുമ്പം അലോണയ്ക്ക് എന്നാ പറയാനുള്ളൂ അങ്ങനെ ചിന്തിക്കുമ്പം? അച്ഛനും അമ്മയും അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഒരേപോലെ. ഞങ്ങളുടെ വീട്ടിൽ 4 പേരാ. അപ്പം നമ്മളെ വെട്ടിച്ച് 4 പേര്, ഇവിടെ എല്ലാരും 3 പേര്, നമ്മള് 4 പേര്. അച്ഛനാണെങ്കിലും ഒത്തിരി കഷ്ടപ്പാട്, മീൻ ഫാമിലിയിൽ ഫാർമറാണ്. അപ്പൊ അതിൻ്റെതായ കുറെ കഷ്ടപ്പാടും, അമ്മയാണെങ്കിൽ ആ രീതിയിൽ നമ്മളെങ്ങനെ 4 പേരെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരു കഷ്ടപ്പാടും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതെന്ന് പറയുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി, സ്നേഹവും, അത് നമ്മൾ വീട്ടിൽ ഇത്രയും പേരുള്ളത് കൊണ്ട് ആ ഒരു മണി മാനേജ്മെന്റ് ആണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അമ്മയുടെ എല്ലാ ദിവസവും രാവിലെ ചോറൊക്കെ വാരിത്തന്ന് വിടും. അങ്ങനെയൊക്കെ വളരെ വെറൈറ്റി കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കാറുണ്ട്. അതല്ല, എനിക്ക് ഒത്തിരി സ്നേഹം തോന്നിയ സഡൻലി ഞാൻ പെട്ടെന്ന് എന്റെ അമ്മേനെ ആലോചിച്ചിട്ട് അത്രേ ഉള്ളൂ. ഐ വാസ് ലൈക്ക് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അമ്മ മേഡ് ഷുവർ ദാറ്റ് ഓരോ കുഞ്ഞിനും ഇത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്തിയത്. അത് കണ്ടിട്ട് ഞാൻ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള ഫാമിലീസ് എപ്പോഴും ഒരു ഇൻസ്പയറിംഗ് ശരിക്കും. നിങ്ങൾ എത്ര പേര്? അലോണ എത്രാമത്തെ ആളാണ്? രണ്ടാമത്തെ ആള്. ചേച്ചിയുണ്ട്, അനിയൻ, അനിയത്തി. അങ്ങനെ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഒരു പെൺകുട്ടി, ഒരാൺകുട്ടി കഴിഞ്ഞു. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. അതെ. അപ്പൊ ശരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും അമ്മോട് ഇവരതൊരു ഭയങ്കര ചലഞ്ചല്ലേ ശരിക്കും അവരെടുത്തത്. കാരണം ഫിനാൻഷ്യലി ഇപ്പൊ ഭയങ്കര വെൽ ഓഫ് ആയിട്ടുള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിയാ, നമുക്ക് അതിനുള്ള ഇതുണ്ട്. പക്ഷെ എനിക്കൊന്നും അത്ര ഒരു ദൈവാശ്രയത്വ ബോധവും അല്ലെ എങ്ങനെ ഇപ്പം ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ വീട്ടില് 4 പേര് വന്നൊരു സിനാരിയോ എന്ന് പറഞ്ഞാല് അനിയൻ വേണമായിരുന്നു, ആൺകൊച്ചു വേണമായിരുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റില്. അപ്പൊ ഞങ്ങൾ 2 പേര് പെൺപിള്ളേരായി. അപ്പൊ അനിയൻ വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞാവേനെയും കൂടെ അമ്മ അച്ഛച്ചേ ഓക്കെ ഞങ്ങൾ റെഡി ആണെന്നുള്ള രീതിയിലുള്ള തീരുമാനത്തിലാണ് 4 പിള്ളേർന്നൊരു കൺസെപ്റ്റ് ഇതായത്. അപ്പൊ എന്തായാലും വലിയധികം ഏജ് ഡിഫറൻസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ 4 പേര് ആയി. പിന്നെ അതൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ബേസിക്കലി പറഞ്ഞ അച്ഛച്ചമ്മയും ഈ 4 പിള്ളേരെന്ന് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾ വളർത്തും, എങ്ങനെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകും. അമ്മയുടെ വീട്ടുകാരൊക്കെ ആണെങ്കിലും ഇനി പറ്റത്തില്ല എന്നുള്ളതിനേക്കാളും കൂടുതൽ നാട്ടുകാർക്ക് എങ്ങനെ നിങ്ങൾ 4 പേരെ കൊണ്ടുപോകും, ഇത് ഭയങ്കര പ്രശ്നമല്ലേ. ഒന്നാമത് അച്ഛച്ചക്ക് വലിയ ഫിനാൻഷ്യലി വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാ, ഇത് ഭയങ്കര കൺസേൺ ആയിരുന്നു ഫാമിലിയുടെ. അപ്പൊ എല്ലാവർക്കും 3 പെൺപിള്ളേരൊന്നും അതെ, അതും കൂടെ അതൊന്നും പറയാനില്ല. 3
പെൺപിള്ളേർ 2 പെൺപിള്ളേരും അവളും കൂടെ അനിയത്തി 3ാമത് പെൺകൊച്ചും കൂടെ കഴിഞ്ഞ് ജെയിംസിന്റെ കാര്യത്തിൽ തീരുമാനമായി 3 പെൺപിള്ളേരാ, ഇനി ബാധ്യതയാ അങ്ങനെ ഒരു ഇതാണല്ലോ. പിന്നെ നമ്മുടെ അമ്പയുടെ അനിയനൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ അവർക്ക് 4 പിള്ളേരാ. നമ്മുടെ ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യമായിട്ട് 4 പിള്ളേര് നമ്മളെ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര വണ്ടറായിരുന്നു എങ്ങനെയാ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. ബട്ട് കൈൻഡ് ഓഫ് നമ്മുടെ ഗോഡിന്റെ ഗ്രേസ് കാരണം ഞങ്ങൾ ഇതായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ. ഭയങ്കര അലോണയുടെ അനിയത്തിയാണ് അൽഫോൺസ. ഓക്കെ, രണ്ടുപേരും തുടക്കം തൊട്ട് തന്നെ ചിരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു 4 പേരും ഇപ്പൊ നാട്ടുകാർക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലേ, അപ്പൊ എല്ലാവർക്കും ഭയങ്കര കാര്യം. ഞങ്ങൾ എല്ലായിടത്തും ഒരു പരിപാടി, ഞങ്ങൾ എല്ലായിടത്തും ചെല്ലണം. എനിക്ക് അങ്ങനെ ഒരു ടീം കൂടി ചെല്ലേ. ഞങ്ങൾ അവിടെ ചെന്നാലും വാവയും കുഞ്ഞൊക്കെ വേണം, എല്ലാത്തിനും സെറ്റാക്കാൻ. അവിടെ ഒരു പ്രത്യേക വൈബ്. അന്നങ്ങനെ നമ്മളിങ്ങനെ ആയി നിന്നാലും സ്റ്റിൽ ഇപ്പം നമ്മൾ എല്ലാത്തിനും വേണം. അങ്ങനെ ഇപ്പം നമുക്ക് എല്ലാവരെയും ഭയങ്കര കാര്യമാണ്. വേറൊരു വൈബാണിത്. ശരിക്കും ഈ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുമ്പോഴേ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു സാധനം എന്നാ, ഇത്ര കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുറെ കുട്ടികൾ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കുറേന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ കൂടും തോറും ബുദ്ധിമുട്ട് കൂടും, നമ്മൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടും. അപ്പം അവിടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ഇത്ര. ഇനിയിപ്പോ ഇവർക്കും മക്കളുണ്ടാകുമ്പോൾ ഇവരും ചിലപ്പോൾ ഒരു പക്ഷെ ആഗ്രഹിക്കുമായിരിക്കും ഞങ്ങൾക്കും കുറച്ച് മക്കൾ വേണം. ഞാൻ ഒബ്വിയസ്ലി ചിന്തിക്കുന്നു. നമുക്ക് കാരണം ഈ 4 പേരുണ്ടെന്ന് പറഞ്ഞ വേറൊരു ലോകമാണ് നമുക്കുള്ളൊരു. അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യാം. നമുക്ക് പരസ്പരം മനസ്സിലാക്കാം. വേറെ ഒരാൾ മനസ്സിലാക്കാൻ നമ്മൾ തന്നെ ഉണ്ട്. ആവശ്യമില്ല. നമുക്ക് എന്ത് വേണം, നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മൾ പറയും എനിക്ക് വീട്ടിൽ ചെന്നാൽ ഞാൻ ഭയങ്കര പീസ്ഫുള്ളാ. അതുണ്ട് വീട്ടില്. അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ ഒറ്റ മോൻ. അവൻ എപ്പോഴും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, എടാ നിനക്കിപ്പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോ അവന് വീട്ടിൽ ചെന്നാൽ ഭയങ്കര ട്രോമയാ. കാരണം ഒന്നുമില്ല, പുറത്ത് പോയിട്ട് ആരും ഇല്ല, വീട്ടിലിങ്ങനെ ചെന്ന് ഒറ്റയ്ക്ക് ഇരിക്കുക. എത്രയാന്ന് വെച്ചാൽ നമ്മൾ ഈ പാരന്റ്സിനോട് നമ്മൾ എങ്ങനെ ഭയങ്കര കമ്പനി ആയിട്ട് ഇരുന്നാലും നമുക്ക് ആ ഒരു സിബ്ലിങ്സിന്റെ അടുത്ത് നമുക്ക് എല്ലാ സാധനവും കിട്ടും. ആസ് എ ഫ്രണ്ട് കിട്ടും, നമുക്കൊരു ചേച്ചിയുടെ കെയർ, അമ്മയുടെ കെയർ, ഇതെല്ലാം ഒറ്റ പാക്കേജ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ആ ഒരു സാധനം ഒരിക്കലും എത്രയൊക്കെ എന്ന് പറഞ്ഞാലും വേറെ ഒരു സിനാരിയോയിൽ കിട്ടില്ല. സിബ്ലിങ്സ് തന്നെ വേണം ആ ഒരു സാധനത്തിൽ. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ. അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട്, ഇനിയും ഒരു തുറവേ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറഞ്ഞത് ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുമ്പോഴേ യൂണിയനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഭാര്യയും ഭർത്താവും തമ്മിലൊരു സ്നേഹവും ഐക്യമൊക്കെ വേണമല്ലോ. ഇപ്പൊ ഈ 2 കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ സ്പേസിങ്, ഒരു കുട്ടി കഴിയുമ്പോൾ എങ്ങനെ അടുത്ത കുട്ടി. അപ്പം പൊതുവെ നമ്മൾ കേൾക്കുന്നതും നമ്മുടെ എല്ലാ അഡ്വർടൈസ്മെന്റിലും പ്രൊമോട്ട് ചെയ്യുന്നതും എനിക്ക് തോന്നുന്നത് ഈ അടുത്തെന്ന് വെച്ചാൽ കുറച്ച് വർഷം മുമ്പ്, ഞാൻ സിസ്റ്റർ ആവുന്നതിന് മുമ്പ് കണ്ട അവസാന ചില സിനിമകളിലെ ഒരു സിനിമ. ഓക്കെ, ആ സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ഒരു കല്യാണമാണ് കഴിയുന്നത്. ഓക്കെ, അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും കയറാൻ നേരം ആ പുള്ളിയുടെ ചേട്ടൻ തന്നെയാണെന്ന് കൃത്യം ഓർമ്മയില്ല, ഇങ്ങനെ ക്വാണ്ടം മൂഡ്സിന്റെ ഒരു ചെറിയ ബോക്സ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾ തമ്മിൽ ബോണ്ടിങ് ആയിക്കോ, പക്ഷെ അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി, ഒരു കുഞ്ഞിന്റെ ഉത്തരവാദിത്വം വേണ്ടാന്നുള്ള ഒരു സംഭവം. പക്ഷെ ഈ ക്രിസ്തീയ കാഴ്ചപ്പാട് കല്യാണത്തെ കുറിച്ച് പറയുന്ന ഒരു 4 കാര്യമാണ്. അതായത് നമ്മുടെ ആ സ്നേഹം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന്, അതായത് നമ്മളത് കാശ് കൊടുത്ത് ആ കാശ് കൊടുക്കുമ്പം ഇങ്ങനത്തെ സ്നേഹം കിട്ടുന്നതിന് നമ്മൾ എന്നാ പറയുന്നത്? അല്ല, അതായത് കാശ് കൊടുത്ത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, റൈറ്റ്? അതായത് കാശ് കൊടുത്താൽ എനിക്ക് ആ പ്ലഷർ കിട്ടും, അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതിനൊരു ഡൈമെൻഷൻ. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഭാര്യയുടെ എടുത്തുമ്പോ നമ്മള് ഫ്രീ ആയിട്ട് നമുക്ക് അതിന് വേറെ ഒന്നും നോക്കണ്ട. കാരണം എനിക്ക് മുഴുവനോടെ സ്നേഹിക്കാനായിട്ട് കൗതാശികമായിട്ട് തന്നിട്ടുള്ള ഒരു ആളാണ് എൻ്റെ ഭാര്യ. തിരിച്ചും 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അടുത്ത കാര്യം ടോട്ടലായിട്ട്, അതായത് എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ മനസ്സും ഒക്കെ ഞാൻ അവിടെ ശരിക്കുള്ള കല്യാണത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം കല്യാണം, ഇങ്ങനെയാണ് ഈശോ അല്ലെങ്കിൽ ദൈവം വിവാഹം എന്ന കൂദാശേനെ എന്താ പറയുന്നത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് ടോട്ടലായിരിക്കണം എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇതൊക്കെ തരാം പക്ഷെ ഇത് മാത്രം ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു ടോട്ടൽ സറണ്ടറൻസ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഗിവിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
അവരുടെ സ്നേഹം ഒരു പൂർണ്ണതയിൽ എത്തുന്നില്ലല്ലോ, ഫുൾഫിൽ ആവുന്നില്ലല്ലോ. അതായത് അവരെവിടെയോ അവരെ തന്നെ എവിടെയോ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മള് എന്താ പറയുന്നത്, പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരാളുടെ ഏറ്റവും വലിയ ഇപ്പം ഈ ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു ഫീൽ ഈ അപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അപ്പൊ ഇതിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇത് എന്ത് ഒരു ഭയങ്കര ഫീലാന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ഇത് ഇവരുടെ തന്നെ ഒരു എന്താ ഇതിന് പറയുന്ന അറിയത്തില്ല, പക്ഷെ അത് ഭയങ്കര ഫീലാന്നാണ് ഇവര് പറയുന്നത്. അപ്പം അത്രയും ഉള്ളൊരു പൊട്ടൻഷ്യൽ, അതായത് രണ്ടുപേരുടെ സ്നേഹത്തിൽ നിന്ന് പ്രോക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ ഈ ടോട്ടൽ എന്ന കല്യാണത്തിൽ പറഞ്ഞിട്ട് ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ ടോട്ടലായിട്ട് ഇവളെ സ്നേഹിച്ചേക്കാം, എന്നെ തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യം വരുമ്പോൾ നൈസായിട്ട് എന്താണ് അതിനകത്തുനിന്ന് കുറച്ച് കാര്യം നമ്മൾ മാറ്റി വെക്കുക. അപ്പൊ അവിടെ ഒരു ഫുൾനെസ് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അതാണ് ക്രിസ്ത്യാനിറ്റി ഇതിനെ ഇത് തെറ്റാന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സാധനം അങ്ങ് നിങ്ങൾ കൊത്തിയിട്ടോ. അതായത് കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നത് തെറ്റാ. കാരണം അവിടെ നമ്മൾ നമ്മളെ മുഴുവനായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം, കല്യാണത്തെ പറ്റി ഇത്രയും പറഞ്ഞതുകൊണ്ട് ആ ഒരു മാരേജിൽ വരുന്ന സ്നേഹത്തിന്റെ അടുത്തൊരു ഡൈമെൻഷനാണ് വിശ്വസ്തരായിരിക്കുക എന്നുള്ളത്. അതായത് ഇന്നു മുതൽ മരണം വരെ എന്നല്ലേ, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും. നിങ്ങളിതൊക്കെ പഠിച്ചു വെച്ചേക്കല്ലേ, ഇനി ആളെ കിട്ടിയാ മതി. ഷാരോണി ഓക്കെ. അപ്പൊ നിങ്ങളതൊക്കെ പഠിച്ചെങ്കിലും റെഡി ആയിട്ടിരിക്കുവാണ്. ഓക്കെ. അപ്പൊ വിശ്വസ്തത പാലിക്കുക എന്നുള്ളതാണ് അടുത്ത. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാലോ, കുറേ ടൈപ്പ് റിലേഷൻഷിപ്പുകളുണ്ട്. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതും ഇഷ്ടംപോലെ കഴിഞ്ഞാൽ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ മരണം വരെ ഈ വ്യക്തിയോട് വിശ്വസ്തത പാലിക്കാനായിട്ട്. അപ്പൊ ഈ വിശ്വസ്തതയെ പറ്റി പറഞ്ഞപ്പോ ഈ അടുത്തൊരു ഇങ്ങനെ ഒരു സിനാരി ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ. നമ്മള് വിവാഹം എന്ന് പറയുമ്പോൾ അതിൽ ഇവര് തമ്മിൽ ഒന്നാവുന്ന ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. കുട്ടികൾ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടാന്ന് അവർ വിചാരിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് കുട്ടികളായിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ള സാധനം ഇപ്പൊ മനസ്സിലില്ല. അപ്പം കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഭർത്താവിന് ഒരു ആക്സിഡന്റ് വന്നിട്ട് അയാൾ ടോട്ടലി ബെഡ് റിഡൺ ആവുന്നു. ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, നിങ്ങൾ നോക്കുമ്പം ഈ യൂണിയൻ എന്നുള്ള സാധനം, അയാൾ ബെഡ് റിഡൺ ആണ്. ഓക്കെ, ഇനി അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, സുഖത്തിലും ദുഃഖത്തിലും. എനിക്ക് വയ്യ, എല്ലാവരും പരീക്ഷ പാസ്സായിരിക്കുന്നു ഗൈസ്. ഇതുപോലെ തന്നെ ഇനി ഈ കല്യാണത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മാരിറ്റൽ ലവ് എന്ന് പറയുമ്പോൾ ഒരു 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരിക്കട്ടെ. അതായത് ഞാൻ ആദ്യം പറഞ്ഞു, ഇറ്റ് ഇസ് ഫ്രീ, ദെൻ ഇറ്റ് ഇസ് ടോട്ടൽ, മുഴുവനായിട്ട് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നു. 3rd, ഇറ്റ് ഇസ് ഫെയ്ത്ത്ഫുൾ. ഓക്കെ, ആൻഡ് 4th വൺ ഇസ് ഫ്രൂട്ട്ഫുൾ. അതായത് അതിൽ നിന്ന് ഫലം പുറപ്പെടും. അവിടെയാണ് കുട്ടികളുടെ റോള് വരുന്നത് അല്ലെ. നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞ ഈ തൃത്വത്തിന്റെ ഒരു പ്രിൻസിപ്പിളൊക്കെ അങ്ങനെ, ഇവര് രണ്ടുപേരും പിതാവ് പുത്രൻ സ്നേഹിക്കുന്നു, പുത്രൻ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു, ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഇതിനകത്തു നിന്നാണ് ശരിക്കും പറഞ്ഞ ലൈറ്റായിട്ട് പറഞ്ഞ നമ്മളൊക്കെ അതിനകത്ത് അതായത് തൃത്വം പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സെൽഫ്ലെസ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് പിതാവിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി പുത്രനെ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വിട്ടു. അപ്പം പുത്രനാണെങ്കിൽ പിതാവിനോടുള്ള ഭയങ്കര സ്നേഹം കാരണം ഭയങ്കര വിഷമമൊക്കെ ആണേലും കുരിശില് മരിച്ചു, ആള് തിരിച്ചു പോകുന്നു. അപ്പം അപ്പനും മോനും കൂടെ പറയുവാണെന്ന് അവരെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവേ അങ്ങനെ പരിശുദ്ധാത്മാവ് ഇപ്പൊ നമ്മുടെ കൂടെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സ്നേഹത്തിൽ കുറെ കൊടുക്കലും വാങ്ങലുകളും അഡ്ജസ്റ്റ്മെന്റ്സും സാക്രിഫൈസും. പക്ഷെ അതൊക്കെ നമ്മളിൽ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? കുറേം കൂടെ സ്നേഹത്തെ ആഴപ്പെടുത്തുകയും കുറേം കൂടെ ഒരു യൂണിയനും ഒരു ബോണ്ടിങ്ങും ഒക്കെ അല്ലേ വരുത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വിവാഹ ജീവിതത്തിലെ സ്നേഹത്തെ പറ്റി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചും കൂടെ എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു യൂണിയനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. ഇനിയിപ്പോ കുട്ടികളാണല്ലോ അതിന്റെ ഇടയിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഒരു സ്ത്രീയുടെ ശരീരവും പുരുഷന്റെ ശരീരവും, ഓക്കെ, ആസ് വി ഓൾ നോ, നമുക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ പീരീഡ്സ് ആവും. ഓക്കെ, ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ട്. അപ്പൊ ആ ഒരു സൈക്കിളിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവര് ആ ഒരു കോൺജുഗൽ ആക്ടില് അവരെ ഏർപ്പെട്ടാൽ അവർ കൺസീവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ അങ്ങനെ അല്ല. അപ്പം ഭർത്താവ് പറയുന്ന അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വി ഹാവ് ടു പ്രാക്ടീസ് അബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ ഒരു സെൽഫ് കൺട്രോൾ. അതും ഒരു സാക്രിഫൈസ് ആണേ. അതെന്താണെന്നറിയോ, ആ ഒരു സമയത്തെ സാക്രിഫൈസ് മാത്രമല്ല, ഐ ഡു കെയർ ഫോർ ഹെർ. കാരണം അവൾക്ക് ഇപ്പം അവൾ വീണ്ടും കൺസീവ് ചെയ്ത ഷീ ഹാസ് ടു ഗോ ത്രൂ എ ലോട്ട്. അതിന് അത്ര ആയില്ല അവളുടെ ബോഡി. അപ്പം
അത് ശരിക്കും പറഞ്ഞൊരു ഭർത്താവ് ഭാര്യയോട് കാണിക്കുന്ന ഒരു വലിയ റെസ്പെക്റ്റാ. അതുപോലെ തന്നെ ഭാര്യയാണെങ്കിലും ആൾക്കും സങ്കടം ഉണ്ടാവും അല്ലേ, കാരണം ഇവരുടെ സ്നേഹമാണല്ലോ ഇതിന്റെ ഏറ്റവും മേലെ നിൽക്കുന്നത്, അല്ലാതെ പ്ലഷർ എന്നുള്ള ഒരു ഇന്റൻഷൻ മാത്രമല്ലല്ലോ. അപ്പൊ അവിടെ ആ ഒരു സാധനമൊക്കെ എന്നിട്ട് ഇങ്ങനെ കാത്തിരുന്ന് വീണ്ടും ഒരു സമയത്ത് ഒരുമിച്ച് വരുമ്പോൾ ഉള്ളതും അതിന്റെ വൈബ് ഒന്ന് വേറെ അല്ലേ. കാത്തിരിപ്പിന്റെ വൈബ് പറയാൻ ഏത് സിനിമയാ നല്ലത്? അല്ലെ, നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സിനിമയൊക്കെ പോട്ടെ, ചുമ്മാ അറിഞ്ഞ ഓക്കെ, നമ്മളിങ്ങനെ കാത്തിരുന്നു. അതുപോലെ ഇവരും കുറച്ച് പ്രാർത്ഥനയോടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അവർ ആ ഒരു സ്നേഹത്തിൽ ഒന്നാവുന്നു. പക്ഷെ അവിടെ കുഞ്ഞുണ്ടാവുന്നുള്ള ഒരു സാധ്യത ഇല്ലാത്ത സമയങ്ങളിൽ അവര് പോകുന്നു. ഓക്കെ, അപ്പൊ അവിടെ അവരുടെ ഒന്നിക്കൽ നടക്കുന്നുണ്ട്, അവരൊരു തെറ്റും ചെയ്യുന്നില്ല, അവർ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, രണ്ടുപേരുടെ ബോഡിയുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രമല്ല, വി കോൾ ഇറ്റ് ആസ് റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്. പക്ഷേ സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇപ്പം നമ്മള് നല്ലതാണ് കുറെ കുട്ടികളൊക്കെ ഉള്ളത് നല്ലതാന്ന് പറയുന്നു, പക്ഷെ ഈ കുട്ടികളെ വളർത്താനുള്ള ഒരു സാമ്പത്തികം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയില്, കാരണം ഒരു കുറെ കുട്ടികളുണ്ടെങ്കിൽ അതിന് കൺസിഡറേഷൻസ് ഒന്നും അധികം ഇല്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ച് സെൽഫ് കൺട്രോൾ ഉള്ളതല്ലേ നല്ലത്? ലൈക്ക് ഞാൻ കുറെ കുട്ടികളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നതിലുപരി ആ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു ഇത് കൊടുത്തില്ല എങ്കിൽ അത് ഞാൻ ആ കുട്ടികളോട് ചെയ്യുന്ന തെറ്റല്ലേ? സോ അപ്പം ഓക്കെ, നാച്ചുറൽ രീതിയിലാണെങ്കിലും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും അത് തന്നെയാണ് ഇപ്പൊ അന്ന പറഞ്ഞ കാര്യം തന്നെയാണ് ഈ റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് എന്ന് പറയുന്നത്. ഇപ്പം പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ വേണം. അല്ലെങ്കിൽ പിന്നെ അതായത് ഒരാൾക്ക് കുറെ കുട്ടികളുണ്ടാവാൻ താല്പര്യമുണ്ട്, മറ്റേ ആൾക്ക് അത്ര താല്പര്യമില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി ചിലപ്പം ദൈവത്തിന് എങ്ങാനും ഇനിയിപ്പോ നമ്മളെപ്പം ഒന്നാവുമ്പോഴും നമ്മളിങ്ങനെ കലണ്ടറൊക്കെ നോക്കിയാൽ ചിലപ്പം ചില സർപ്രൈസ് ഈശോ നമുക്ക് വെച്ചേക്കാം. അപ്പം എപ്പോഴും നമ്മൾ ഈ ഒന്നാവുമ്പോഴും ഒരു സാധ്യത തീരെ ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ആ വിവാഹ ജീവിതത്തോടു കൂടെ ഒരു ജീവനെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഒരു തുറവി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു കുഞ്ഞ് വരുമ്പോൾ ഒരിക്കലും ഇത് ഒരു സിനിമ തന്നെ ഉണ്ട് അൺപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് ഇനി ഒരു മൂവി വാച്ച് എന്തെങ്കിലും വെക്കാൻ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കാണാം. അതെ, അൺപ്ലാൻഡ്. അത് മനുഷ്യനാണ് ഇത് അൺപ്ലാൻഡ് ആയിട്ട് വരുന്നത്. ദൈവത്തിന് ഒരിക്കലും ഒന്നും അൺപ്ലാൻഡ് അല്ല. ദൈവത്തിനല്ലാതെ എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. നിങ്ങൾ ബൈബിളൊക്കെ വായിക്കണമുള്ളവരാണ്. പദ്ധതി ഉണ്ട്, അതിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണെന്നുള്ള ഒരു കാര്യമാണ് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുന്നു. എസ്തറിന് എന്തോ പറയാനുണ്ടെന്ന്. എസ്തറെ? സിസ്റ്റർ പറഞ്ഞൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കപ്പിൾ തോന്നുന്നു. മീൻസ് ഫെയ്ത്തിൽ നിൽക്കുന്ന ആ ഒരു കപ്പിളിനായിരിക്കും കൂടുതലും ജീവനോടൊരു തുറവി ഉണ്ടാവുന്നുള്ളതാണ്. ജീവനോടൊരു തുറവി മാത്രമല്ല, ഇതൊരു ദൈവിക വിളിയാണെന്നും ദൈവത്തിന്റെ അങ്ങനെ ഒരു ഓപ്പൺനെസ്സും അത് മാത്രമല്ല ഒരു ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് ഒരു വിശ്വാസത്തിലും സാക്രമെന്റലായിട്ട് ജീവിക്കുന്ന ഒരു കപ്പിളിനാണ് പറ്റുകയെന്ന് തോന്നുന്നു. അപ്പൊ അതും വളരെ അടിസ്ഥാനമാണ് മാട്രിമോണി മീൻസ് കല്യാണത്തിലേക്ക് കയറുമ്പോ ആ വിശുദ്ധിയോടുകൂടെ അതിനെ സമീപിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാപാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു കപ്പിളിന് മേ ബി പറയുന്നതൊക്കെ വളരെ അല്ല, ഈ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്നത് നോട്ട് ആക്സെപ്റ്റബിൾ അല്ലല്ലോ. പക്ഷെ ഒരു വിശുദ്ധിയിലും ഈശോനെ ദൈവഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരു കപ്പിളിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ ഒരു ഇതിലും പറ്റുന്നത്. അപ്പൊ വിശ്വാസം എല്ലാത്തിനും ഒരു അടിസ്ഥാനമാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. നിങ്ങളായിരിക്കുന്നിടത്തൊക്കെ ഇത്, കാരണം ഇതിപ്പോ ഇന്നത്തെ വേൾഡിലുള്ളവർക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടീച്ചിങ് എനിക്ക് തോന്നുന്നു നമ്മൾക്കാണ് വിവാഹത്തിന് മുമ്പ് ഒരു പ്രീ മാരിറ്റൽ കോഴ്സ് അല്ലെങ്കിൽ പ്രീകാന കോഴ്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, ബാക്കി എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ശരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒത്തിരി പേര് ഭയങ്കര അസൂയോടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രിപ്പറേഷനും വേറെ ഇല്ല. ആകെയുള്ള പ്രിപ്പറേഷൻ ബ്യൂട്ടി പാർലറിൽ പോയി കുറെ താജ്മഹൽ പണിത് വെക്കുമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഇതിനുള്ള ഒരു ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുക്കത്തെ കുറിച്ചൊക്കെ ഇത്രയും ഒരു റിച്ച്നെസ്സോടു കൂടെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ ഇടയിലാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതിൽ നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിലാണ് ഇതിനൊക്കെ ആ രീതിയിൽ കാണാനും
ഒക്കെ പറ്റുള്ളൂ. നമ്മുടെ ഇന്റൻഷൻ, അതായത് ഞാൻ എന്തുകൊണ്ട് ഒരു കുട്ടിക്ക് ഗ്യാപ്പ് ഇടുന്നു എന്നുള്ളതിൽ ഇന്റൻഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇന്റൻഷൻ ശരിയല്ലെങ്കിലും അത് തെറ്റാണ്. അതെ, ഇപ്പം ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവട്ടെ, അപ്പൊ തന്നെ അവിടെ നമുക്ക് ദൈവത്തിലൊരു വിശ്വാസമൊന്നുമില്ല. നമ്മളപ്പോ വിശ്വസിക്കുന്നത് നമ്മുടെ പൈസയിലാണ്. അല്ലെങ്കിൽ അപ്പൊ വിവാഹം എന്ന കൂതാശയിൽ ദൈവം ഉദ്ദേശിക്കുന്ന അടുത്തൊരു സാധനം പ്രോക്രിയേഷൻ ആണ്. അപ്പൊ അതിനൊരു ഓപ്പൺനെസ് ഇല്ലാതെ എവിടെയോ അവരത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ദൈവം നമുക്ക് തരണമെന്നുമില്ല. ഇതിങ്ങനെ നമ്മൾ ഇത് പറയുന്നത് മാത്രമല്ല, നമ്മൾ ഡിവോഴ്സിന്റെ നിരക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ഫോളോ ചെയ്യുന്നവരുടെ ഇടയിലൊന്നും ഡിവോഴ്സിന്റെ റേറ്റ് ഭയങ്കര കുറവാണ്. അതേസമയം കോൺട്രാസെപ്റ്റീവ് പ്രിവെന്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഇത് ഭയങ്കര കൂടുതലുമാണ്. They have rules and regulations and boundaries. Yeah, that's very true. അല്ലേ, അവര് നിബന്ധനകളും ഉപാധികളൊക്കെ വെച്ചിട്ടല്ലേ. They are restricting a part. Like ഇത്ര ഇത് വരെ ഞാൻ നിനക്ക്, ബട്ട് നോട്ട് ദ നെക്സ്റ്റ്. അപ്പൊ അവിടെ വരുമ്പോ ആ ഒരുമ സ്നേഹം എല്ലാം പറഞ്ഞില്ലെങ്കിലും they behave like that. Yes. They live like that. അപ്പൊ നാളെ ഒരു സ്റ്റേജില് സെപ്പറേറ്റ് ആയെന്ന് വരാം. Yeah. അപ്പം അവിടെയൊക്കെ നമ്മുടെ ശരിക്കും ഭയങ്കര ഒരു സെൽഫിഷ്നെസ്സും ഒരു സെൽഫ് സെന്റേർഡ്നെസ്സും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇന്റൻഷൻസ് എപ്പോഴും ഒന്ന് മനസ്സിൽ വെക്കണേ. അപ്പം നിങ്ങളും ഒരു കുടുംബജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. അതായത് സ്നേഹവും വേണം, അതുപോലെ തന്നെ ഉത്തരവാദിത്തം എടുക്കാനുള്ള ഒരു ചങ്കൂറ്റം കൂടെ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ റിങ്ങൊക്കെ കൈമാറി റെസ്ലിങ്ങിന് കയറുന്നത്. കൈയൊക്കെ കൊടുക്കൂലേ? പക്ഷെ അത് ഈശോയോട് കൂടെ. ഫുൾട്ടൻ ജെഷിന്റെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്, 3 to get married എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു വിവാഹം എന്ന കൂതാശയിൽ 2 പേരല്ല ഒന്നാക്കപ്പെടുന്നത്. അവരുടെ ഇടയിൽ ദൈവമുണ്ട്. ദൈവവും ഭാര്യയും ഭർത്താവുമാണ് ഒന്നാവുന്നത്. അതാണ് ആ കൂതാശയുടെ ബ്യൂട്ടി. ചെറിയ ഒരു ഐഡിയ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. നല്ല എന്തായാലും നിന്റെ കസിൻ ബ്രദർ കെട്ടാൻ തീരുമാനിച്ചത് നന്നായി. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ അതായിരുന്നു. അപ്പൊ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.